ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറുകളൊക്കെ ഉള്ള പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ അടിക്കൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 240 ml കപ്പിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ഒരുപാട് തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാരയും ഉപ്പും കൂടെ നമ്മളിത് കുഴക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ട ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് പാൽ ഉപയോഗിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴക്കാൻ പോവുകയാണ്. നമ്മളൊരു 1/2 കപ്പ് വെള്ളമൊക്കെയാണ് എനിക്കിവിടെ വേണ്ടി വന്നത് ഈ ഒരു മാവ് കുഴക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചൂടൊന്നുമില്ല, നേരിയതായിട്ടൊരു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഒട്ടലായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് മാവ് കുഴക്കാൻ പറ്റാത്തൊരു പരിവായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ എണ്ണ ചേർക്കുന്ന സമയത്ത് ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നിട്ട് നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഒക്കെ മാറ്റിയിട്ട് നന്നായി തന്നെ കുഴച്ചെടുക്കണം. ഒരു 8 മുതൽ ഒരു 10 മിനിറ്റ് വരെ നന്നായി നമ്മുടെ ഈ മാവ് കുഴച്ചെടുക്കുക. എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രയും നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് നന്നായി തന്നെ ഇതുപോലെ കുഴച്ച് നല്ലൊരു പഞ്ഞി പോലത്തെ ഒരു മാവാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ, തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി എണ്ണ തൂത്തതിന് ശേഷം നമുക്കിതൊരു തുണി വെച്ചിട്ടോ ഒരു പാത്രം വെച്ചിട്ടോ ഒന്ന് അടച്ചിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മൾ ഈ മാവൊന്ന് മാറ്റി വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂർ നമ്മുടെ മാവ് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് ഉള്ളത്. പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും വേണം. എണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയും നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടി ഇടാൻ താല്പര്യമില്ലെങ്കിൽ എണ്ണ ഇട്ടിട്ടും പരത്താവുന്നതാണ് കേട്ടോ. കുറച്ച് എണ്ണ ഇട്ടിട്ട് പരത്തിയെടുക്കുക. നല്ല നേരിതാക്കി തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യും എണ്ണയും കൂടെ ചേർത്തിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. എണ്ണ നന്നായി പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരറ്റത്തുനിന്ന് അതുപോലെ നമ്മൾ സാരിയുടെയൊക്കെ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വേണം കേട്ടോ മടക്കാനായിട്ട്. ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ആ ഓരോന്നും നമുക്കൊരു ലെയറായിട്ട് കിട്ടും. അപ്പോൾ എത്രത്തോളം ചെറുതായിട്ട് ലെയറായിട്ട് മടക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അറ്റം വരെ ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടില്ലേ, നമുക്ക് എളുപ്പത്തിൽ തന്നെ മടക്കാൻ പറ്റും കേട്ടോ. അറ്റം വരെ ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്ത ശേഷം ഇത് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക, പ്രത്യേകിച്ച് നടുക്കത്തെ ഭാഗമൊക്കെ. അപ്പോൾ കുറച്ച് ലൂസായി അത് മാക്സിമം നീട്ടിയെടുക്കുക, കുറച്ച് വലുതാക്കി. അപ്പോൾ നല്ല നീളത്തിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ വിരലിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓരോ ലെയറായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നീട്ടി നമ്മളിതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ബാക്കിയുള്ളതാ പുറകിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പൂ പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. എണ്ണ ഒഴിച്ച ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ കൗണ്ടർ ടോപ്പിൽ എണ്ണ ഇട്ടിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ എത്ര തിന്നായി പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി പരത്തുക. എന്നിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ
നെയ്യോ അല്ലെങ്കിൽ എണ്ണയും കൂടെയുള്ള മിക്സ് ആണെങ്കിലും പുരട്ടി കൊടുക്കുക. അതിനുശേഷം പൊടി ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് അറ്റം വരെ ഇങ്ങനെ മടക്കിയെടുക്കാം. മടക്കിയെടുത്ത ശേഷം നന്നായിട്ടത് നീളത്തിലാക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ മതി. അപ്പം അത് നല്ല നീണ്ട് വരും മൈദ ആയതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ വിരലിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വിരലിൽ വെച്ച് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് താഴെ വെച്ചിട്ട് നമ്മൾ ആ നീട്ടിയെടുത്ത ശേഷം നമുക്ക് താഴെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് എണ്ണ ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. താഴെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇപ്പം ഞാൻ ഒരു 5 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മുകളിലും എണ്ണ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മാറ്റി ഒരു തുണി വെച്ച് അടച്ച് ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചാലാണ് ആ ലെയറൊക്കെ ഫോം ആവുക. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബോൾസൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ പരത്തുന്നില്ല. ഇതുപോലെ കുറച്ച് എണ്ണ ഇട്ടിട്ട് നമ്മൾ കൈയുടെ ഈ ഒരു വശം കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. വിരലുകൊണ്ടല്ല കേട്ടോ, താഴത്തെ ഭാഗം കൊണ്ട് വേണം നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് കട്ടിയും വേണ്ട, അതുപോലെ ഒരുപാട് നൈസായിട്ടും ചെയ്യേണ്ട. കുറച്ചൊരു കട്ടിയിൽ നമ്മളിതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ വെച്ചിട്ടും പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് കട്ടി വേണ്ട, എന്നാൽ ഒരുപാട് നമ്മൾ ചപ്പാത്തി ഒന്നും പരത്തണ പോലെ അത്ര നൈസായിട്ടും പരത്തണ്ട. കുറച്ച് കട്ടിയിൽ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ ഇങ്ങനെ പരത്തിയെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. പരത്തിയിട്ട് അങ്ങനെ വെക്കണ്ട. ഒരെണ്ണം ചുടുന്ന നേരത്ത് അടുത്തത് പരത്തിയാൽ മതി. കല്ല് നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കുക. ഒരു സൈഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവുന്ന വരെ നമ്മൾ ചുട്ടെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ പുറം ഭാഗമൊക്കെ കുറച്ചൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഒന്ന് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇതൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടിട്ടെടുക്കാം. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇപ്പം ആ ഒരു ലെയർ ചെറുതായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചുട്ടതിന് ശേഷം അടിക്കുമ്പോഴാണ് ഇതിൻ്റെ ലെയറെല്ലാം വരിക. കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ഒരു 3 എണ്ണം ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചൂടോടുകൂടി തന്നെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. നന്നായിട്ട് അടിക്കുമ്പോഴാണ് ആ ലെയറൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ട് വരിക നമ്മുടെ പൊറോട്ട. നന്നായിട്ട് ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഇതുപോലെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ലെയറൊന്നും വിട്ട് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചൂടോടുകൂടി കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക പുറം ഭാഗമൊക്കെ. പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കാസറോളിലിട്ട് അടച്ച് വെക്കുക. ഇനിയിപ്പോൾ കുറേ കഴിക്കുന്നെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഈ ഒരു പൊറോട്ട ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിവിടെ ചില്ലി ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പിന്നെ പൊറോട്ട ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട്. താങ്ക്